Good afternoon to all. Welcome to the webinar, The Importance of On-the-Job Training in the Present-Day Job Market, organized by Career Counseling and Placement Cell and ITOC at St. Aloysius College, Edithua, in association with Clovista Auditors and Accountants. Question. Before we begin the section, kindly follow the instructions. All are requested to mute the microphone and disable the video. Questions can be posted in the chat box. It will be taken up by the end of the section. Feedback link will be posted in the chat box. Kindly fill it to obtain the certificate of participation. Prayer is the raising of one's mind and heart to God. So let us begin the program with a silent prayer. Welcome. Coordinator of the program is Sibina Thomas, Assistant Professor to welcome the gathering. Career Counseling and Placement Cell, under the able leadership of Mr. Praveen Joseph, have organized several events this academic year. And now we are offering for the students this program in hope that this will benefit you in your career one way or the other. Globista is the one and only job training center run by chartered accountants in Kerala. They offer accounts job training and work experience to degree freshers. Here, Sumi AS from Team Globista will take for you a session on the importance of internships in the contemporary job market. Welcome, Sumi. Thank you. I also welcome all the students and faculty members from the Department of Commerce and Economics for this program. Now over to you, Sumi ma'am. Hello. Yes, ma'am, you're audible. Okay. Hi, good afternoon all. Okay, today we discuss about the topic, the importance of job training and work experience. Okay, my name is Sumi, Globista Auditors and Accountants, Ernakulam-based Chartered Accountant firm SAP Chief Trainer ആണ് ഞാൻ. Okay. നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഒരു ജോബ് ട്രെയിനിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയേഴ്സ് ആണ്, വാട്ട്സ് നെക്സ്റ്റ് ആഫ്റ്റർ ഡിഗ്രി, അങ്ങനെ ഒരു കൺസേൺ ഉണ്ടാകും എല്ലാവർക്കും അല്ലെ. കുറെ പേര് പ്രീ പ്ലാൻഡ് ആയിരിക്കും, കുറച്ച് പേര് പ്ലാൻഡ് ആയിരിക്കില്ല. അപ്പോൾ വാട്ട്സ് നെക്സ്റ്റ് ആഫ്റ്റർ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അതുപോലെ തന്നെ ജോബ്സിലോട്ടൊക്കെ പോകുമ്പോഴും നിങ്ങൾ ഒരു ഇന്റർവ്യൂ ഓൺ ബിഹാഫ് ഓഫ് യു എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഈ ഒരു ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ് ചൂസ് ചെയ്താലും അതിൽ നമുക്കൊരു ജോബ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. ഓക്കെ, ഒരു ജോബിലോട്ട് പോകുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ട 5 തിങ്സ്, ആ ഒരു കീ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഒരു ജോബിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ആയിട്ട് വേണ്ട മേജർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട 5 തിങ്സ് ആണ്. ഫസ്റ്റ് വൺ ജോബ് ട്രെയിനിങ്, സെക്കൻഡ് വർക്ക് എക്സ്പീരിയൻസ്, തേർഡ് വൺ സോഫ്റ്റ്വെയർ ട്രെയിനിങ്, ഫോർത്ത് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ഫിഫ്ത്ത് സർട്ടിഫിക്കേഷൻസ്. ഈ 5 മേജർ പാർട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ജോബിലോട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു എളുപ്പമായിരിക്കും. ഓക്കെ, എന്താണ് ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും അല്ലെ. ഇപ്പോൾ കുറെ പേർക്ക് അക്കൗണ്ട്സ് ഇഷ്ടമായിരിക്കും, കുറച്ച് പേർക്ക് ഓഡിറ്റിംഗ് സെഷൻ ആയിരിക്കാം, അങ്ങനെ ഏവിയേഷൻ, അങ്ങനെ പല പല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരു ജോബിലോട്ട് പോകുമ്പോൾ ആ ജോബിൽ ഫ്യൂച്ചർ ഉണ്ടോ എന്നും അതുപോലെ തന്നെ ആ ഒരു മേഖലയിൽ നമുക്കൊരു ജോബ് ട്രെയിനിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് തന്നെയാണ്. നിങ്ങളൊരു ഇന്റർവ്യൂവിന് ഇപ്പോൾ നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ് ഒരു ഫ്രഷർ പ്ലസ് ഡിഗ്രി പ്ലസ് ഒരു ജോബ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പോയാൽ ആരെയായിരിക്കും ചൂസ് ചെയ്യണമെന്ന് നമുക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആരെയായിരിക്കും? ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂസ് എല്ലാം നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് നോക്കുമ്പോഴും കാണാറുണ്ട് എക്സ്പീരിയൻസ് ഇസ് മസ്റ്റ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് പ്രിഫർ, ഇങ്ങനെ കാണാറുണ്ട്. കാരണം
മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, നമ്മൾ ഒരു ഫ്രഷേഴ്സിനെ ജോബിലോട്ട് എടുക്കുക, അവരെ ട്രെയിൻ ചെയ്യിക്കുക, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ്, ഫ്രഷേഴ്സിനെ ട്രെയിൻ ചെയ്യിച്ചു കഴിയുമ്പോൾ അവർ ആ ജോബൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവർ ബെറ്റർ പ്ലാറ്റ്ഫോം നോക്കി പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഏത് ഫീൽഡ് ചൂസ് ചെയ്താലും ആ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അത്യാവശ്യമാണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഡിഗ്രി ഫൈനൽ ഇയേഴ്സ്, ഡിഗ്രി സ്റ്റുഡൻസ് അല്ലെ, ഡിഗ്രി കംപ്ലീറ്റ് ആവാൻ പോകുന്നു. നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ട് ഒരുപാട് നോളജസ് ഉണ്ട്. എല്ലാം തിയറിറ്റിക്കലി നമുക്ക് നല്ല നോളജ് ആയി ഡിഗ്രി ബേസിസിൽ അല്ലെ. പക്ഷെ പ്രാക്ടിക്കൽ, നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽ സ്കിൽ എന്ന് പറയുന്നത് ഒരു ജോബ് ട്രെയിനിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി പോർഷൻസ് അറിയാം, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി പോർഷൻസ് അറിയാം. ബട്ട് ഇതൊക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും ഒരു വർക്കിലോട്ട് കയറുമ്പോൾ, ആ ഒരു ഇംപ്ലിമെന്റേഷൻ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്കൊരു ജോബ് ട്രെയിനിങ് അത്യാവശ്യമാണ്, ഒരു വർക്ക് എക്സ്പീരിയൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ജോബ് ട്രെയിനിങ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഇത്രയും നാളും അക്വയർ ചെയ്ത് വച്ചിരിക്കുന്ന തിയററ്റിക്കൽ നോളേജ് പ്രാക്ടിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് കയറുമ്പോൾ 30% തിയററ്റിക്കൽ പ്ലസ് 70% പ്രാക്ടിക്കൽ നോളേജ് ആകുമ്പോഴാണ് നമ്മൾ ആ ജോബിൽ സക്സസ് ആക്കുന്നത്. ഇപ്പോ നമ്മളിപ്പോ സൈക്ലിംഗ് ആവാം, സ്വിമ്മിങ് ആവാം, തിയററ്റിക്കലി നമുക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് അറിയാം, എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യണം, എങ്ങനെയാണ്. ബട്ട് നമുക്ക് പ്രാക്ടിക്കലി അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഹൗ ടു സ്വിം. ഓക്കെ, അതുപോലെ തന്നെയാണ് വർക്ക്. നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ നോളജസ് ഉണ്ട്, ബട്ട് നമുക്ക് പ്രാക്ടിക്കലി അത് ചെയ്ത് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊരു വർക്കിലോട്ട് കയറുമ്പോൾ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ സ്റ്റുഡന്റ് ആണ്, നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നു, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നു, അത് സോൾവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് അല്ലെ. നമ്മളിപ്പോ കൊമേഴ്സ് സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ഒരു കുറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നു, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നു, ജേർണൽ എൻട്രീസിന്ന് നമ്മൾ ലെഡ്ജേഴ്സ് പോസ്റ്റ് ചെയ്യുന്നു, ലെഡ്ജേഴ്സിന്ന് ട്രയൽ ബാലൻസിന്ന് ട്രേഡിംഗ് P&L ബാലൻസ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ഒരു കമ്പനീസിൽ വർക്കിന് കയറുമ്പോൾ ആരാണ് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത്? ദർ ഇസ് നോ ക്വസ്റ്റ്യൻസ്. ഒരു കമ്പനീസിലോട്ട് നമ്മൾ വർക്കിന് കയറുമ്പോൾ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ഇല്ല അല്ലെ. പേപ്പർ ഓഫ് ട്രയൽസ്, ബിൽസ്, വൗച്ചേഴ്സ്, ഇതിൽ നിന്ന് നമ്മളാണ് ജനറേറ്റ് ചെയ്യുന്നത്. ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റ് ഇതെല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്യുവാണ്. എവിടെ നിന്ന്? ക്വസ്റ്റ്യനിൽ നിന്നല്ല അല്ലെ. ദർ ഇസ് നോ ക്വസ്റ്റ്യൻസ്. അവിടെ ക്വസ്റ്റ്യൻസ് ഇല്ല, only bills, only paper of trials, vouchers, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ തിയറിറ്റിക്കൽ നോളജും ഈ ഒരു പ്രാക്ടിക്കൽ നോളജും അതുപോലെ തന്നെ ഈ ജോബ് ട്രെയിനിങ്ങും കൂടെ കമ്പയർ ചെയ്ത് അത് മൂന്നും കൂടെ കമ്പൈൻ ആവുമ്പോഴാണ് നമ്മൾ ആ ജോബിൽ സക്സസ് ആവുന്നത്. അപ്പോൾ ആ ഒരു സക്സസിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ ഒരു ട്രെയിനിങ് അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി തീരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ്, കൊമേഴ്സ് ഓർ നോൺ കൊമേഴ്സ് ആരും ആവാം അല്ലെ. കൊമേഴ്സുകാരാണെങ്കിലും നോൺ കൊമേഴ്സുകാരാണെങ്കിലും നമ്മുടെ മെയിൻ എയിം എന്താണ്? ഒരു ജോബ് തന്നെയാണ് അല്ലെ. ഇൻ ഫ്യൂച്ചറിൽ നമുക്കൊരു കരിയർ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം. അപ്പോ ആ ഒരു പ്രിപ്പറേഷൻസിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നതാണ് ഈ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ജോബ് ട്രെയിനിങ്ങിന് പോയെങ്കിലേ നമുക്ക് ബെനിഫിഷ്യൽ ആവുള്ളൂ. ഓക്കെ, ഇന്നിപ്പോ നമുക്കറിയാം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയർ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഇപ്പോൾ സ്റ്റുഡൻസ് ആണ്, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി പഠിച്ചിറങ്ങിയാലും നമ്മൾ സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം അവിടെ എല്ലാം ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ മോഡ് ഓഫ് സ്റ്റഡിയാണ്. കുറെ ക്വസ്റ്റ്യൻസ് തരുന്നു, അത് സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് സോഫ്റ്റ്വെയർസിൽ ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ മോഡ് ഓഫ് സ്റ്റഡിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ലേബൽ മാറി എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് ആ ഒരു ലേബലിലോട്ട് നമ്മൾ മാറണം അല്ലെ. അതാണ് നമ്മുടെ ജോബ് എൻട്രിയിലോട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ.
ഓക്കെ, അപ്പോൾ ഈ ഒരു ജോബ് ട്രെയിനിങ്ങിലോട്ട് പോകുമ്പോൾ നിങ്ങൾ റിയൽ വർക്കുകളിലൂടെയാണ് പോകേണ്ടത്. റിയൽ കമ്പനീസിന്റെ വർക്കുകൾ ചെയ്ത് റിയൽ കമ്പനീസിന്റെ വർക്കുകൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക്സ്, നമ്മളൊരു ട്രേഡിംഗ് സെക്ടേഴ്സ്, മാനുഫാക്ചറിങ് സെക്ടേഴ്സ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സെക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഒരു ട്രേഡിംഗ് സെക്ടേഴ്സിൽ ഒരു 2 years, 1 year, 6 months വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോളജ് എന്ന് പറയുന്നത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആണ്. നമ്മളൊരു സർവീസ് സെക്ടേഴ്സിലാണെങ്കിൽ നമ്മുടെ നോളജ് എന്ന് പറയുന്നത് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആണ്. NPOs ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജസ് ആണ് ഓരോ ടൈപ്പ് ഓഫ് സെക്ടേഴ്സിലോട്ട് പോകുമ്പോഴും നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കഴിയുമ്പോഴാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്ടേഴ്സിന്റെ നോളജ് നമ്മളിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോബ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്ടേഴ്സിന്റെ വർക്കുകളായിരിക്കും നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് എ ടൈം ട്രേഡിംഗിന്റെ വർക്ക്സുകൾ ചെയ്യുന്നു, ട്രേഡിംഗ് സെക്ടേഴ്സ് റിലേറ്റഡ് നോളജ് ആവുന്നു, സർവീസ് റിലേറ്റഡ് വർക്ക് ചെയ്യുമ്പോൾ സർവീസ് റിലേറ്റഡ് നോളജ് വരുന്നു, അങ്ങനെ NPOs റിലേറ്റഡ് വർക്ക് ചെയ്യുമ്പോൾ NPOs റിലേറ്റഡ് നോളജ് വരുന്നു. അപ്പൊ നിങ്ങളുടെ നോളജ് എന്ന് പറയുന്നത് വൈഡർ ആയി. അപ്പോൾ ഒരു ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യുവാണ്, എല്ലാ രീതിയിലും നമ്മളൊന്ന് മോൾഡ് ചെയ്യുവാണ് വർക്കിലോട്ട്. നമ്മളിപ്പോ തിയററ്റിക്കലി പഠിച്ച ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ ഈ ജോബ് ട്രെയിനിങ് കൂടി നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ജോബിലോട്ട് മോൾഡ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും നാളും ഫോളോ ചെയ്ത സിസ്റ്റംസ് ഉണ്ട് അല്ലെ, ചെറുതിലെ മുതൽ അപ് ടു ഡിഗ്രി വരെ നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, അത് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ നോളജ്. അപ്പൊ നമ്മളൊരു വർക്കിലോട്ട് കയറുമ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ ഒരു മോഡ് മാറി. അവിടെ നമ്മളാണ് എന്ത് ഈ പേപ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് ഇതിൽ നിന്ന് എന്താക്കി മാറ്റുന്നത്, നമ്മളൊരു വർക്കാക്കി മാറ്റുന്നത്. അപ്പോൾ അതിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ജോബ് ട്രെയിനിങ് ആണ്. ഏത് മേഖല ചൂസ് ചെയ്താലും, ഏവിയേഷൻ ആണെങ്കിലും, അക്കൗണ്ട്സ് ആണെങ്കിലും, ലോജിസ്റ്റിക്സ് ആണെങ്കിലും, ഫ്രണ്ട് ഓഫീസ് അഡ്മിൻ ആണെങ്കിലും, ഇതിൽ എല്ലാത്തിലും ഏത് മേഖലകളിലോട്ടാണെങ്കിലും നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ട്രെയിനിങ് ആവശ്യമാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ട്രെയിനിങ്ങിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് അത് എന്താ പറയാ ആ ഒരു ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ തിയറിറ്റിക്കലി നമുക്ക് നോളജ് വേണം, പ്രാക്ടിക്കൽ നോളജ് വേണം, പ്ലസ് നമുക്കൊരു ട്രെയിനിങ്ങും കൂടെ വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ കറന്റ് മാർക്കറ്റബിൾ സിറ്റുവേഷൻ അതാണ്. കാര്യം അത്രയും കോമ്പറ്റീഷൻ ആണ് ഇന്ന് ഫീൽഡ് അല്ലെ. നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് എഞ്ചിനീയറിംഗ് ഒരുപാട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ഒരുപാട് നമ്മൾ എഞ്ചിനീയറിംഗ് ജോബ് അല്ലെ, എഞ്ചിനീയർ നമ്മൾ ഒരു 4 years നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു, എഞ്ചിനീയർ ആകും, അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻസിൽ എന്താണ്, ഒരുപാട് എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സ് അതാത് ഫീൽഡ് അല്ലാതെ വേറെ പല ഫീൽഡുകളിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ജോബ് ട്രെയിനിങ് ചൂസ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ഫ്യൂച്ചറും കൂടി നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്തിരിക്കാം. ഫ്യൂച്ചറിൽ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ജോബ് നമ്മുടെ ലൈഫിൽ ബെനിഫിഷ്യൽ ആയിരിക്കുമെന്നും കൂടി നമ്മൾ അനലൈസ് ചെയ്യാം. എല്ലാവർക്കും ഓരോ ജോബിലോട്ട് നമുക്ക് പാഷൻ ഉണ്ടാവും, ഇന്ന ജോബ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിനോടൊപ്പം നമ്മൾ അനലൈസും കൂടെ ചെയ്യണം. ആ പാഷൻ വേണം, പ്ലസ് ഒരു അനാലിസിസ് കൂടെ വേണം. ഇൻ ഫ്യൂച്ചർ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഏവിയേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ഏവിയേഷൻ ചെയ്താലും അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ആഫ്റ്റർ 35-40 ഒക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വീണ്ടും തിരിച്ചു വരേണ്ട സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളൊരു ജോബ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് ആയിരിക്കണം അല്ലെ. ഇൻ ഫ്യൂച്ചർ അത് സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടൈം പീരീഡില്, ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ എല്ലാവരും കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരു ഡിഗ്രി പ്ലസ് ജോബ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആഡ് ഓൺ ബെനിഫിറ്റ് തന്നെയാണ്. നിങ്ങളൊരു ജോബിലോട്ടുള്ള ഒരു എൻട്രി കുറച്ചുകൂടെ ഈസി ആക്സസ് ആവും. പ്ലസ് നിങ്ങളുടെ ഒരു നോളജ്, ഇപ്പോഴുള്ള ആ ഒരു തിയററ്റിക്കൽ നോളജ് കുറച്ചു എന്താ പറയാ നല്ല രീതിയിൽ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം നിങ്ങളിൽ തന്നെ. അപ്പോൾ നിങ്ങളിപ്പോ ഒരു ജസ്റ്റ് തിയററ്റിക്കലി ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, ആ തിയററ്റിക്കൽ നോളജ് എങ്ങനെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നതിനുള്ള ഒരു എന്താ പറയുക അതിലോട്ടുള്ള ഒരു വേ ആണ് ഈ ഒരു ജോബ് ട്രെയിനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയുന്നത് വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. വർക്ക് എക്സ്പീരിയൻസ് ഇപ്പോ ഒരുപാട് ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാലും
ഏറ്റവും കൂടുതൽ കാണുന്നത് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനെയാണ്. ഒരു മേജർ കമ്പനീസ് പ്രിഫർ ചെയ്യുന്ന അതാണ്. ഒരുപാട് കമ്പനീസ് ഇപ്പോൾ നമുക്ക് കാണാം, എപ്പോഴും ഇന്റർവ്യൂ പോസ്റ്റിംഗ് ഒക്കെ കാണുമ്പോൾ എക്സ്പീരിയൻസ് ഇസ് മസ്റ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഫ്രഷേഴ്സ് ആഫ്റ്റർ ഡിഗ്രി നമുക്ക് ഒരു ജോബ് കിട്ടിയെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് ആവുന്നുള്ളൂ അല്ലെ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനീസിലൊക്കെ ചെന്ന് വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആവുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു വർക്ക് എക്സ്പീരിയൻസിലോട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് കമ്പനീസിന്റെ വർക്കുകളാണ് നമ്മൾ ഒരു ഓഡിറ്റിംഗ് ഫേം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പല ടൈപ്പ് ഓഫ് സെക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്ടേഴ്സ് ഉണ്ട്. ട്രേഡിംഗ്, സർവീസ്, NPOs, മാനുഫാക്ചറിംഗ്, പ്രൊഡക്ഷൻ, അങ്ങനെ ഡിഫറെന്റ് സെക്ടേഴ്സ് ആണ്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ടൈപ്പ് ഓഫ് സെക്ടേഴ്സിന്റെ നോളജ് ആണ് നമുക്കുള്ളത്. പക്ഷേ നമ്മളൊരു CEO ഫേം അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേം, നിങ്ങൾക്കറിയാം ചാർട്ടേഡ് അക്കൗണ്ടൻസ് അഥവാ CA എന്ന് പറയുന്നത് അക്കൗണ്ട്സിന്റെ തന്നെ ഒരു സുപ്പീരിയർ അതോറിറ്റിയാണ്. ഒരു കമ്പനി ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലോട്ട് ഒന്ന് പോകണമെങ്കിൽ തന്നെ എന്ത് വേണം? ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഡിറ്റ് ചെയ്ത് സൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ കണ്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ വാല്യുബിൾ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസ് ലെറ്റർ എന്താ പറയുക, നമ്മൾ പോകുന്ന കമ്പനീസിലെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ് ഈ എക്സ്പീരിയൻസ് ലെറ്റേഴ്സ് നമുക്ക് സൈൻ ചെയ്ത് തരുന്നത് അല്ലെ. ആ മാനേജിംഗ് ഡയറക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഫിനാൻസ് ഡയറക്ടർ സൈൻ അങ്ങനെ കാണാറ്. പക്ഷെ നേരെ മറിച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുമ്പോൾ അവരുടെ നെയിമിനോടൊപ്പം തന്നെ അല്ലെ പ്ലസ് CA ഓർ SCA അത് മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളിൽ നിന്ന് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളിലുണ്ട്. അതിന് ഫസ്റ്റ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞ ജോബ് ട്രെയിനിങ്. ഏത് മേഖല ചൂസ് ചെയ്യുന്നു? അക്കൗണ്ട്സ് ആവാം, ലോജിസ്റ്റിക്സ് ആവാം, ഹോസ്പിറ്റാലിറ്റി ആവാം. ഏത് മേഖല ചൂസ് ചെയ്യുന്നു ആ മേഖലയിൽ നമുക്കൊരു ജോബ് ട്രെയിനിങ് ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഫ്രഷർ ആണ്, ആഫ്റ്റർ ഡിഗ്രി നമ്മൾ ഫ്രഷർ ആണ്, വി ഹാവ് നോ എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ആ ചൂസ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് തന്നെയാണ്. ഒരു ഡിഗ്രി ഓർ MCOM MBA ഫ്രഷർ പ്ലസ് ഡിഗ്രി പ്ലസ് ഒരു ജോബ് ട്രെയിനിങ് ഉള്ള ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജോബ് ട്രെയിനിങ് ഉള്ള ഒരാളെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം കമ്പനിക്ക് വേണ്ടത് അവരുടെ സ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം കൂടിയാണ് ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ആ ഒരു വർക്കിംഗ് നോളജിന്, ആ വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ നോളജിനെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്. ഡിഫറെന്റ് വർക്ക്സിലൂടെ നിങ്ങളുടെ ആ ഒരു വർക്കിംഗ് നോളജിനെ ബൂസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു ജോബ് ട്രെയിനിങ് എന്നത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ തിയററ്റിക്കലും പ്രാക്ടിക്കലും പ്ലസ് ഈ ഒരു വർക്കിംഗ് നോളജ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വർക്കിംഗ് നോളജ് ആക്കി മോൾഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ വർക്കിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, എന്തെല്ലാം പ്രിക്കോഷൻസ് വേണം, എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം വർക്ക്സ്, അതിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വർക്ക് ബേസ്ഡ് ട്രെയിനിങ് ആയിരിക്കണം നമ്മൾ അക്വയർ ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് വർക്ക് എക്സ്പീരിയൻസ്. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും എക്സ്പീരിയൻസ് ചോദിക്കാനാണ് ഏറ്റവും ആളുകൾ വർക്ക് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതാണ് വർക്ക് എക്സ്പീരിയൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കറിയാം ഇപ്പോ പണ്ട് കാലങ്ങളിൽ നമുക്ക് മാനുവൽ ആയിരുന്നു എല്ലാം. ഇപ്പോൾ ബില്ലിംഗ് ആണെങ്കിലും അക്കൗണ്ട്സ് ആണെങ്കിലും എല്ലാം മാനുവലി ഒക്കെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെഷൻ തന്നെ ഉണ്ടാകും. ജേർണൽസിന് ഒരു സെഷൻ, ലെഡ്ജേഴ്സിന് ഒരു സെക്ഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഒരു സെഷൻ, അങ്ങനെ ഡിഫറെന്റ് സെഷൻസ് ആയിരുന്നു. ഓരോ സെക്ഷനിലായിരുന്നു ഓരോ ഇത്. പക്ഷെ ഇപ്പോൾ എല്ലാം ഈ പറഞ്ഞ അക്കൗണ്ട്സ് എല്ലാം എന്തായി ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആയി, പല ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് വന്നു, അവൈലബിൾ ആണ്. ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണെങ്കിലും എല്ലാ സോഫ്റ്റ്വെയർസ് ഒക്കെ എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കമ്പ്യൂട്ടറൈസ്ഡിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജോബ് ട്രെയിനിങ്ങും എക്സ്പീരിയൻസും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി ഇപ്പോൾ നമുക്ക് എന്ത് സോഫ്റ്റ്വെയർസ് ട്രെയിനിങ്. അപ്പോൾ ഈ ഒരു ജോബ് ട്രെയിനിങ്ങിൽ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർസ് ട്രെയിനിങ് ഇൻക്ലൂഡബിൾ ആയിരിക്കും അല്ലെ. നമ്മളൊരു ജോബ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ ജോബ് ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർസ് ട്രെയിനിങ്ങും ഇൻക്ലൂഡബിൾ ആയിരിക്കും.
പല ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ SAP സോഫ്റ്റ്വെയർ കേട്ടിട്ടുണ്ടോ? SAP സോഫ്റ്റ്വെയർ വേൾഡിൽ തന്നെ 4th ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് SAP സോഫ്റ്റ്വെയർ. അക്കൗണ്ടിങ്ങിലാണെങ്കിലും HR-ലാണെങ്കിലും പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലാണെങ്കിലും എല്ലാത്തിനും ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. വേൾഡ് വൈഡ് FICO ഫിനാൻസ് ആൻഡ് കൺട്രോളിങ്ങിലാണെങ്കിലും ഇതിലെല്ലാം ഈ സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അക്കൗണ്ട്സ് ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്ന ടാലി സോഫ്റ്റ്വെയർ, Sage 50 അതും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ്. Sage 50, QuickBooks, Intuit QuickBooks, പിന്നെ എക്സൽ ഒരു MIS ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഒരു ഇതാണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് നമ്മൾ ഈ ഒരു ജോബ് ട്രെയിനിങ്ങിൽ പോകുമ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും കൂടിയാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് അല്ലെ. ആ ഒരു ജോബ് ട്രെയിനിങ് ഏത് ജോബാണോ ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇപ്പോ എന്താ പറയാ, നമ്മൾ ബുക്കിൽ എഴുതുന്നു അല്ലെ, പണ്ട് കാലങ്ങളിൽ ബുക്കിൽ എഴുതുന്നു, ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അക്കൗണ്ട്സ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അങ്ങനെ ബുക്ക് റിലേറ്റഡ് ആയിട്ടാണ് പോയിരുന്നത്. എല്ലാത്തിന്റെയും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് പ്ലസ് ബുക്ക് ആയിരുന്നു കുറെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. അത് പല സോഫ്റ്റ്വെയർസിലൂടെയാണ് ഇതിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ സോഫ്റ്റ്വെയർസ് ആണ് ഈ പറഞ്ഞ ടാലി ആണെങ്കിലും പീസ്ട്രി ആണെങ്കിലും ക്വിക്ബുക്സ് ആണെങ്കിലും Sage 50 എന്ന് പറഞ്ഞ Sage 50 ആണെങ്കിലും SAP സോഫ്റ്റ്വെയർ ആണെങ്കിലും. അപ്പോൾ ഒരു ജോബ് ട്രെയിനിങ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിലെ സോഫ്റ്റ്വെയർസും ആ സോഫ്റ്റ്വെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകളെ കുറിച്ചും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞതാണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് അല്ലെ. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ എന്താ പറയാ പേഴ്സണാലിറ്റി, ലാംഗ്വേജ് സ്കിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അതാണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്നുകൊണ്ടത് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സെൽഫ് കോൺഫിഡൻസ്, GD, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്, ഇതെല്ലാമാണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽസ്. ഓക്കെ, ഈ സോഫ്റ്റ് സ്കിൽസ് അപ്പോൾ നമ്മൾ ജോബ് ട്രെയിനിങ്ങിലോട്ട് പോകുമ്പോൾ ഈ ജോബ് ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡബിൾ ആയിരിക്കണം സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്. മനസ്സിലായോ? ഒരു ജോബ് ട്രെയിനിങ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ ജോബ് ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡബിൾ ആയിരിക്കണം സോഫ്റ്റ്വെയർ ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ട്രെയിനിങ്. ഓക്കെ, വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ട്രെയിനിങ് തന്നെ ചൂസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റുഡന്റ് ആണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ തരുന്നു, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു അല്ലെ, അതിനെ ഫൈനലൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് ഫിനാൻഷ്യൽ റിപ്പോർട്ട് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. ബട്ട് നമ്മൾ ഇനി പോകേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ മോഡ് മാറിയിട്ടാണ്. ക്വസ്റ്റ്യനിൽ നിന്ന് മാറണം. ഇനി നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്? വർക്ക് മോഡിലാണ് അല്ലെ. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ലേബിൾ മാറി നമ്മൾ ഒരു വർക്ക് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിലോട്ട് മാറണം അല്ലെ. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഒരു ജോബ് ട്രെയിനിങ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടതാണ് വർക്ക് എക്സ്പീരിയൻസ്ഡ് ജോബ് ട്രെയിനിങ്. വർക്ക് എക്സ്പീരിയൻസ് ജോബ് ട്രെയിനിങ് ചൂസ് ചെയ്തില്ലെങ്കിൽ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ജോബിലോട്ട് ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് എല്ലാം അറിയാം, ടാലി ആവാം, പീസ്ട്രി ആവാം, ക്യൂബി ആവാം, എല്ലാം ഏതാവാം, SAP ആവാം, എന്തോ ആവാം. പക്ഷേ നിങ്ങൾ അവിടെ നിങ്ങളുടെ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ജോബ് ട്രെയിനിങ് ആണ്, വർക്ക് എക്സ്പീരിയൻസ്ഡ് ജോബ് ട്രെയിനിങ് അല്ല. മനസ്സിലായോ? സാധാരണ ഒരു ജോബ് ട്രെയിനിങ് ആണ്, വർക്ക് എക്സ്പീരിയൻസ്ഡ് ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ അവിടെയും നിങ്ങൾ എന്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മോഡിലായിരിക്കും ആ ജോബ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പറഞ്ഞത് വർക്ക് എക്സ്പീരിയൻസ് ട്രെയിനിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ട്രെയിനിങ്ങിനാണ് വർക്ക് എക്സ്പീരിയൻസ്ഡ് ജോബ് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നമ്മുടെ റിയൽ വർക്കുകൾ തന്നെ ചെയ്ത് പഠിക്കണം. റിയൽ കമ്പനീസിന്റെ, റിയൽ ക്ലയൻസിന്റെ അല്ലെങ്കിൽ റിയൽ കമ്പനീസിന്റെ വർക്കുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വർക്കിംഗ് നോളജ് നമ്മളിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കമ്പനീസിന്റെ വർക്കുകൾ ചെയ്യാറുണ്ട് നമ്മൾ അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പനീസിന്റെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഡിഫറെന്റ് കമ്പനീസിന്റെ നോളജ് ആണ് നമുക്ക് വരുന്നത്. അറ്റ് എ ടൈം നമ്മളൊരു ട്രേഡിംഗ് ആണെങ്കിലും നമുക്ക് പർച്ചേസിന്റെ എൻട്രി ഇടാൻ അറിയാം, അല്ലെങ്കിൽ സെയിൽസിന്റെ എൻട്രി ഇടാൻ അറിയാം. ബട്ട് നമ്മളൊരു കമ്പനീസിലോട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ പർച്ചേസ് സെയിൽസ് എന്ന് പറഞ്ഞു തരാൻ ആരുമില്ല അല്ലെ. നമുക്ക് കുറച്ച് ജസ്റ്റ് പേപ്പർ ഓഫ് ട്രയൽസ് ആണ്. ആ പേപ്പർ ഓഫ് ട്രയൽസിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐഡന്റിഫിക്കേഷൻ ആണ്. അതിൽ പർച്ചേസ് ഏതാണ്, സെയിൽസ് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക.
ഐഡന്റിഫൈ ചെയ്യുക, നെക്സ്റ്റ് ക്ലാസിഫൈ ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, ഈ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ഹെൽപ്ഫുൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതിനെ കുറിച്ചുള്ള ഒരു വർക്കിംഗ് നോളജ് നമ്മൾ അക്വയർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ജോബ് ട്രെയിനിങ് ചൂസ് ചെയ്യുമ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ജോബ് ട്രെയിനിങ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു നമുക്ക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് വേണം. ഓരോ സോഫ്റ്റ്വെയർസിൽ നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു പല സോഫ്റ്റ്വെയർസ്, ഇപ്പൊ നിങ്ങൾ 10th കഴിഞ്ഞ ഒരു ടൈം പീരീഡിൽ നമ്മൾ കുറെ സോഫ്റ്റ്വെയർസ് പഠിക്കാൻ പോകാറുണ്ട്. ചിലവർ ടാലിയോ അല്ലെങ്കിൽ MS ഓഫീസ് അങ്ങനെ പോകാറുണ്ട്. +2 കഴിയുന്ന ആ ഒരു ടൈം പീരീഡിൽ പോകാറുണ്ട്. ചിലവർ ഡിഗ്രി കഴിഞ്ഞ ഒരു ടൈം പീരീഡിൽ പോകാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർസ് ചെയ്ത് പഠിക്കുന്നു. ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കമ്പനീസിൽ എൻട്രി പോസ്റ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു ബുക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കരുത് സോഫ്റ്റ്വെയർ പഠിക്കുന്നത്. മനസ്സിലായോ? ഓരോ സോഫ്റ്റ്വെയർസും എല്ലാ സോഫ്റ്റ്വെയർ നമുക്കറിയാം, ഓരോ സോഫ്റ്റ്വെയർസ് അറിയാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് തന്നെയാണ്. ഓരോ സോഫ്റ്റ്വെയർസ് നമുക്ക് അറിയാം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ അറിയാമെന്ന് പറയുമ്പോൾ ആ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഒരു വർക്കിംഗ് നോളജ് ആണ് ആവശ്യം. ഒരു സോഫ്റ്റ്വെയർസിൽ എന്നുവെച്ചാൽ തിയററ്റിക്കലായിട്ട് സോഫ്റ്റ്വെയർ അറിയണം, പ്ലസ് നിങ്ങൾക്ക് അതിലൊരു വർക്കിംഗ് നോളജും കൂടെ വേണം. വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അറിവ് കൂടി ആ സോഫ്റ്റ്വെയർസിൽ വേണം. ആ ഒരു അറിവ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു വർക്ക് എക്സ്പീരിയൻസ് ജോബ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തെങ്കിലാണ് നിങ്ങൾക്ക് ഓരോ സോഫ്റ്റ്വെയർസിലും വർക്ക് റിലേറ്റഡ് നോളജ് ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ ടാലി സോഫ്റ്റ്വെയർ അറിയാം, അല്ലെങ്കിൽ SAP സോഫ്റ്റ്വെയർ അറിയാം, പക്ഷെ ആ സോഫ്റ്റ്വെയറിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നും കൂടി അറിയണം. ഞാൻ പറഞ്ഞില്ലേ, ഈ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർസ് പഠിക്കുന്നതും രണ്ടും രണ്ടാണ്. എന്ന് വെച്ചാൽ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതും. ഇപ്പൊ ഞാനൊരു സോഫ്റ്റ്വെയർ പഠിച്ചു, പക്ഷെ അത് വർക്കിലോട്ട് കയറുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഞാൻ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ സോഫ്റ്റ്വെയർസ് പഠിക്കുക മാത്രമല്ല, ആ സോഫ്റ്റ്വെയർസിൽ ഒരു വർക്കിംഗ് നോളജും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു വർക്കിംഗ് നോളജ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് നോളജ് നമുക്ക് അതിലോട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ജോബ് ട്രെയിനിങ് കൂടിയേ തീരും. നോർമൽ ഒരു ജോബ് ട്രെയിനിങ് അല്ല, വർക്ക് എക്സ്പീരിയൻസ്ഡ് ജോബ് ട്രെയിനിങ് തന്നെ വേണം. വർക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കണം, അല്ലെ? ഒരു ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ജോബ് റിലേറ്റഡ് ട്രെയിനിങ് ആണ്. പക്ഷെ അത് റിയൽ കമ്പനീസിന്റെ അല്ലെങ്കിൽ റിയൽ ക്ലയൻസിന്റെ വർക്കുകളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. റിയൽ ക്ലയൻസിന്റെ വർക്കുകൾ ചെയ്യണം, റിയൽ കമ്പനീസിന്റെ വർക്കുകൾ ചെയ്യണം, ടൈപ്പ് ഓഫ് സെക്ടേഴ്സിന്റെ വർക്കുകൾ ചെയ്യണം. അപ്പൊ നമുക്ക് ഇപ്പോ കമ്പൽസറി നമ്മൾ ട്രേഡിംഗ് മാത്രമേ പോവുള്ളൂ അല്ലെങ്കിൽ സർവീസ് മാത്രമായിരിക്കും അങ്ങനെ നമുക്ക് കമ്പൽസറി പറയാൻ പറ്റില്ല. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്ടേഴ്സിന്റെ വർക്കിംഗ് നോളജ് നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ അക്വയർ ചെയ്യണം, അല്ലെ? അങ്ങനെയുള്ള ഒരു ജോബ് ട്രെയിനിങ് വേണം നിങ്ങൾ ചൂസ് ചെയ്തെടുക്കാൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് സോഫ്റ്റ്വെയർസ്. ഇപ്പൊ പല ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയർസിൽ നമ്മൾ പറഞ്ഞു വർക്കിംഗ് നോളജ് അക്വയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു വർക്കിലോട്ട് പോകുമ്പോൾ ഈസി ആയിരിക്കാം. സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഇപ്പോ നമുക്ക് എന്താ പറയാ, ജോബ് ട്രെയിനിങ് ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സോഫ്റ്റ്വെയർസ് അറിയാം, പക്ഷെ നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഇതെല്ലാം അറിയാം എങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ പേടി, അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. എല്ലാവർക്കും അല്ല, ചില കുട്ടികൾ. അപ്പോൾ അതിനാണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ എങ്ങനെ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ ലാംഗ്വേജ്, ആക്സെന്റ്, ബോഡി ലാംഗ്വേജ്, പേഴ്സണാലിറ്റി, ഡ്രസ് കോഡ്സ്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ്, ഇത് നമ്മുടെ സിവിയിൽ നമ്മൾ എന്തെല്ലാം ഹൈലൈറ്റ് ചെയ്യണം, റെസ്യൂമിൽ നമ്മളെ അല്ലെ സിവിയോ റെസ്യൂമിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ഒരേപോലെ സിവി ആയാൽ അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരിക്കണം, അല്ലെ? കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്തൊക്കെ വെക്കണം. ഇതെല്ലാം ഈ ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൽ വരുന്നതാണ്. നമ്മളൊരു ജോബ് ട്രെയിനിങ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ജോബ് ട്രെയിനിങ് ആയിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് റിയൽ കമ്പനീസിന്റെ വർക്കുകൾ ചെയ്യുന്ന ഒരു ജോബ് ട്രെയിനിങ് ആയിരിക്കണം. അതിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇൻക്ലൂഡബിൾ ആയിരിക്കണം. പ്ലസ് അതിലൊരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും കൂടി വേണം, അല്ലെ? നമ്മളിപ്പോ സോഫ്റ്റ്വെയർസ് എല്ലാം ആ ഒരു ജോബ് ട്രെയിനിങ് ചൂസ് ചെയ്തു, സോഫ്റ്റ് സ്കിൽസ് എല്ലാം സോഫ്റ്റ്വെയർസ് എല്ലാം പഠിപ്പിച്ചു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് എല്ലാം ട്രെയിൻ ചെയ്തു, വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ട്രെയിനിങ് ആയിരുന്നു.
പക്ഷേ സോഫ്റ്റ് സ്കിൽസ് ഒന്നും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല, അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ഒന്നും നമ്മൾ ഇതാക്കിയില്ല. എനിക്ക് കോൺഫിഡൻസ്, എനിക്ക് പേടി അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ എന്നെ പ്രസന്റ് ചെയ്യും? എനിക്കിതെല്ലാം അറിയാമെന്ന് ജസ്റ്റ് ബയോഡാറ്റ വെച്ചു അല്ലെങ്കിൽ നമ്മുടെ സിവിയിൽ വെച്ചു, അതുകൊണ്ട് കാര്യമില്ല, ഇല്ല അല്ലെ? നമ്മളെ എങ്ങനെ പ്രസന്റ് ചെയ്യാം, ഇതെല്ലാം ആ ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോ നമ്മളൊരു ജോബ് ട്രെയിനിങ് ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും അതിൽ ഇൻക്ലൂഡബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡ്രസ് കോഡ്സ്, ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പേഴ്സണാലിറ്റി, ഇതെല്ലാം ഈ ഒരു ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ ജോബ് ട്രെയിനിങ് കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ, സർട്ടിഫിക്കേഷൻസ്. നമ്മളിപ്പോ ജോബിലോട്ട് പോകുമ്പോൾ അവര് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പറയും അല്ലെ, ഡിഗ്രി കംപ്ലീറ്റഡ് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ്, അങ്ങനെ പല എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പറയും. അപ്പോൾ അതിലൊരു സർട്ടിഫിക്കേഷൻസ്, നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. അവർ പറഞ്ഞ എലിജിബിലിറ്റി പ്ലസ് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കേഷൻസ് കൂടി ഉണ്ടെങ്കിൽ, നമ്മളൊരു ജോബ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻസ്, അത് ഒരു ഇന്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ, അതിനോടൊപ്പം തന്നെ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഓതറൈസ്ഡ് വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരിക്കും അല്ലെ? അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നമ്മളൊരു ജോബിലോട്ട് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളൊരു ജോബിലോട്ട് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു ഇന്റർവ്യൂവർ, ഒരു കമ്പനി നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ജോബ് ട്രെയിനിങ്, വർക്ക് എക്സ്പീരിയൻസ്, സോഫ്റ്റ്വെയർ ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, സർട്ടിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ജോബിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എളുപ്പത്തിൽ ഒരു ജോബിലോട്ട് പോകാം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഗ്ലോബസ്റ്റോ ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഗ്ലോബസ്റ്റോ ഓഡിറ്റേഴ്സ് ആൻഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡയറക്റ്റ് റൺ ചെയ്യുന്ന ഏക ജോബ് ട്രെയിനിങ് സെന്റർ ആണ്. ഒരുപാട് ജോബ് ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡയറക്റ്റ് റൺ ചെയ്യുന്ന ഏക ജോബ് ട്രെയിനിങ് സെന്റർ ആണ് ഗ്ലോബസ്റ്റോ ഓഡിറ്റേഴ്സ് ആൻഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്, കൊമേഴ്സ് ഓർ നോൺ കൊമേഴ്സ്, ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് നമ്മൾ 6 month ജോബ് ട്രെയിനിങ് കം വർക്ക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇന്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അക്കൗണ്ട് മാനേജ്മെന്റ് പ്ലസ് SAP എന്ന് പറയുന്ന ഇന്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ്. അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ ആണ് ഈ ഒരു 6 months പീരീഡിൽ വരുന്നത്. ഇതൊരു കംപ്ലീറ്റ് വർക്ക് ബേസ്ഡ് ട്രെയിനിങ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പ്രീവിയസ് ഇയറിൽ ഓഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിയൽ കമ്പനീസിന്റെ വർക്കുകളായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് വർക്ക് ബേസ്ഡ് ട്രെയിനിങ് ആയി. CA പ്രീവിയസ് ഇയറിൽ ഓഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അറൌണ്ട് 25 കമ്പനീസിന്റെ വർക്കുകളാണ്. ട്രേഡിംഗ് ഉണ്ടാകും, സർവീസ് ഉണ്ടാകും, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാകും അല്ലെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്ടേഴ്സിന്റെ വർക്കുകളായിരിക്കും. അപ്പൊ ഈ ഒരു 6 months നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു MCOM MBA കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ 2 years എക്സ്പെൻസീവ്, അത്ര ഇത് എക്സ്പെൻസീവ് അല്ല. ബട്ട് എന്താ പറയാ, ആഫ്റ്റർ 6 months സെയിം ഒരു MCOM ഫ്രഷർ, MBA ഫ്രഷർ, സെയിം ജോബ് പ്രൊഫൈൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു 6 months നിങ്ങൾക്ക് പറഞ്ഞ പോലെ 25 കമ്പനീസിന്റെ വർക്ക് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പനീസ് പ്ലസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ്, ടാലി, പീച്ച്ട്രീ, ക്വിക്ക്ബുക്ക്, എക്സൽ, SAP, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ട്രെയിനിങ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം, അതിനോടുള്ളൊരു കംപ്ലീറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സൈൻ ചെയ്തിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ്, സിയുടെ അണ്ടറിൽ അക്കൗണ്ട് ആൻഡ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളൊരു വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ICAN പ്ലസ് SAP എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു വർക്ക് ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 6 months നിങ്ങൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്യുവർലി നിങ്ങൾ ഒരു ജോബിലോട്ട് മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ഓക്കെ,
നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോ എന്താ പറയാ, ഇപ്പോ ഈ ഒരു കുറച്ച് ടൈം പീരീഡ് കൊണ്ട് എല്ലാവർക്കും ഇത് പ്യുവർലി മനസ്സിലാവണമെന്നില്ല അല്ലെ. കുറെ പേർക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് കുറെ ഡൗട്ട്സ് ഉണ്ടാവും. പിന്നെ എന്താ പറയാ, ഇനി ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ പറയാം. നിങ്ങൾക്ക് എൻ്റെ ഒഫീഷ്യൽ കോൺടാക്ട് നമ്പർ ആണ്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും ക്വയറീസും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്ന നമ്പറാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് വിളിക്കാം. ജസ്റ്റ് എവിടെയെങ്കിലും ഫോണിൽ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും എഴുതി വെച്ചോ. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, ഞാൻ നമ്പർ പറയാം. 9020690501 9020690501. അപ്പൊ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ജോബ് ട്രെയിനിങ്ങിന്റെ കുറച്ചുകൂടെ ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ ജോബ് ട്രെയിനിങ് എനിക്ക് ബെനിഫിഷ്യൽ ആണോ, കുറച്ച് പിള്ളേരെ ഇടയ്ക്ക് ജോയിൻ ചെയ്തവരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, ഞാനൊരു ജോബ് ട്രെയിനിങ്ങിന് പോയാൽ എനിക്ക് അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടോ, അങ്ങനെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. തീർച്ചയായിട്ടും ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്, അഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായോ? മാം ആണെങ്കിൽ പറഞ്ഞിരുന്നു കുറെ സോഫ്റ്റ്വെയർസ് അവർ പഠിക്കണം, സ്റ്റുഡൻസ് പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. ആസ് പാർട്ട് ഓഫ് അതിന്റെ ഒരു ലിസ്റ്റ് ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? പറയുമോ? ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർസ് ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ഒരു കുട്ടി ചോദിച്ചൊരു ഡൗട്ട്, ഞാനിപ്പോ പറഞ്ഞ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മളിപ്പോ ഒരു അക്കൗണ്ട് ഫീൽഡിലോട്ട് പോയാൽ അല്ലെ, അക്കൗണ്ട്സ് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ അറിയേണ്ട സോഫ്റ്റ്വെയർസ് ആണ് ടാലി സോഫ്റ്റ്വെയർ, Sage 50 സോഫ്റ്റ്വെയർ, Peachtree എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ Sage 50 എന്ന് പറയുന്നത്. 1998 Peachtree എന്ന് പറയുന്ന കമ്പനി Sage അക്വയർ ചെയ്ത് Sage സോഫ്റ്റ്വെയർ ആയത്. പിന്നെ ക്യൂബ് ബുക്സ്, എക്സൽ, SAP, വേൾഡിലെ തന്നെ 4th ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് SAP സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയർസ് അറിയണം, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർസ് ട്രെയിനിങ് മസ്റ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഏത് കമ്പനീസിൽ പോയാലും സോഫ്റ്റ്വെയർ നോളജ് അത്യാവശ്യമാണ്. സോഫ്റ്റ്വെയർ നോളജ് അല്ല, സോഫ്റ്റ്വെയർസിലെ വർക്കിംഗ് നോളജ് ആണ് അത്യാവശ്യം. അപ്പൊ ചോദിക്കാം, ആസ്പെയർ, ക്ലാപ്സ്, ഇൻവെന്ററി ബിസ്, ഇതെല്ലാം മറ്റ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഈ 5 സോഫ്റ്റ്വെയർ മാത്രം മതിയോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകാം ഇല്ലേ. പക്ഷെ ഈ 5 സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ബാക്കി മറ്റ് സോഫ്റ്റ്വെയർസിലോട്ടുള്ള ഒരു ബേസ് സോഫ്റ്റ്വെയർ ആണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പൊ Sage 50 പഠിച്ചു, ഈ Sage 50 പോലെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് വേറെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു 80 to 90% സിമിലർ ആണ്. Sage 50യോട് സിമിലർ ആയ സോഫ്റ്റ്വെയർ ആണ് ഇൻവെന്ററി ബിസ്. ഇനി നമ്മൾ SAP സോഫ്റ്റ്വെയർ പറഞ്ഞു, SAP സോഫ്റ്റ്വെയറോട് വളരെയധികം സിമിലാരിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഒറാക്കിൾ. കേട്ടിട്ടുണ്ടാകും. ഓക്കെ, ടാലി എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. കാരണം നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും ഡബിൾ എൻട്രി മോഡ്, അതുപോലെ തന്നെ നമ്മളിപ്പോ ഓഡിറ്റിംഗ് സമയത്ത് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിൽ ചെയ്താലും ഓഡിറ്റേഴ്സ് എന്താണെങ്കിലും അത് ടാലിയിലോട്ട് ബാക്കപ്പ് എടുത്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോ അതാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർസിൽ ഈ 5 ഞാൻ ബേസ് ആയിട്ട് പറയാനുള്ള കാരണം, മെയിൻ ആയിട്ട് ഈ 5 സോഫ്റ്റ്വെയറിന്റെ ബേസിസിലാണ് ബാക്കി പല സോഫ്റ്റ്വെയർസും വരുന്നത്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ ഫെഡറൽ ബാങ്ക്, UC കോളേജ്, അതുപോലെ തന്നെ SS മെറ്റൽസ്, കൽപ്പാച്ചാർ, പവർ ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ തന്നെ ദ കിച്ചൺ, ഇങ്ങനെയുള്ള കുറെ കമ്പനീസിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. കളർ വേൾഡ്, ക്രിസ്റ്റൽ ഗ്ലാസ് ഹൗസ്, പിന്നെ നമ്മുടെ സോഡിയാക് അഡ്വർടൈസിംഗ് ഫേം, നെയോ വാട്ടർ അനാലിസിസ് പ്ലാന്റ്, ഇവിടെ എല്ലാം ഈ 5 സോഫ്റ്റ്വെയർ മാത്രമല്ല, ഇതിനോട് വേറെ പല സോഫ്റ്റ്വെയർസ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 5 സോഫ്റ്റ്വെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ സിമിലർ ആയിട്ടുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ജോബിലോട്ടുള്ള മറ്റ് സോഫ്റ്റ്വെയർസിന്റെ ഒരു ബേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബേസ് എന്നല്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. SAP ഒരിക്കലും നമുക്ക് ബേസ് എന്ന് പറയാൻ പറ്റില്ല, അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ഒരു 5 സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ട സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇവര് നിങ്ങളുടെ ഗ്ലോബസ്റ്റയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ സ്റ്റുഡൻസിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു 1 ഡേ വർക്ക്ഷോപ്പ് പോലെ വെക്കാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു 1 ഡേ വർക്ക്ഷോപ്പിലോട്ട് വരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 ഡേ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഡേറ്റ് ആൻഡ് ടൈം
നമ്മളെ എന്താ പറയാ അതിനൊരു ബിഫോർ 1 or 2 വീക്ക് അവിടെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ആ 1 day ട്രെയിനിങ് നിങ്ങൾക്ക് വന്ന് അറ്റൻഡ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ കൺസേൺ പേഴ്സൺ മിസ്സിന് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ മിസ്സിനെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഏതാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ ഏൽപ്പിക്കുക. ഓക്കെ, സിബിന മിസ്സിനെ ഏൽപ്പിച്ചാലും മതി. നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, ഫുൾ നെയിം വിത്ത് ഇനിഷ്യൽ വെക്കുക. 1 day ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് വന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാവും നിങ്ങൾ ഇത്രയും നാളും പഠിച്ച ആ ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള നോളജ് എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലോട്ട് വരുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിച്ചോളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇൻ കേസ് ഉണ്ട്, ഇപ്പൊ ഇതിൽ ചോദിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഞാൻ ഫോൺ നമ്പർ തന്നത് അതിനാണ്. നിങ്ങൾക്ക് പേഴ്സണലി എന്നെ വിളിക്കാം. അങ്ങനെ ചില കുട്ടികൾക്ക് എന്താ പറയാ ഇതിനു മുൻപ് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അരിയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തത് കൊണ്ട് ഗുണമുണ്ടോ, അങ്ങനെയൊക്കെ കുറെ പിള്ളേർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി വിളിക്കാം. വിളിച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും? പക്ഷേ നമ്മളിങ്ങനെ ഇപ്പം വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗ്ലോബസ്റ്റ പോലെയുള്ള ഫോംസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ ഇന്റേൺഷിപ്സ്. ഇങ്ങനെ ഇന്റേൺഷിപ്സ് ഓഫർ ചെയ്യുമ്പോൾ ഈ ഇന്റേൺഷിപ്പ് പീരീഡ് കഴിഞ്ഞ് ഈ കുട്ടികൾ നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ജോലി കിട്ടാനുള്ള സാധ്യത എന്തുമാത്രമാണ്? ഓക്കെ, അത് നല്ലൊരു ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 6 months ജോബ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ജോബ് കിട്ടാനുള്ള നിങ്ങളുടെ ചാൻസ് ഞാൻ പറഞ്ഞു. ഒരു MCOM MBA കഴിഞ്ഞ ഫ്രഷർ കാൻഡിഡേറ്റ്സും പ്ലസ് BCom ഓർ എനി ഡിഗ്രി വിത്ത് വർക്ക് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സും പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രയോറിറ്റി വർക്ക് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിന് തന്നെയാണ്, അല്ലെ? കാരണം നമുക്ക് വർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് വേണം. ഇപ്പൊ നിങ്ങൾക്ക് GST അല്ലെ, GST തിയറിറ്റിക്കലി നിങ്ങൾക്ക് അറിയാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GSTR1 ഫയലിംഗ് ഡേറ്റ് അല്ലെങ്കിൽ GST ഫയലിംഗ് ഡേറ്റ്, ഇതെല്ലാം അറിയാം. പക്ഷേ ഇത് തിയറിറ്റിക്കലി നിങ്ങൾ പഠിച്ചു എന്നതുകൊണ്ട് കമ്പനിക്ക് എന്ത് ബെനിഫിറ്റ് അല്ല. കമ്പനിക്ക് ബെനിഫിറ്റ് വരുന്നത് എപ്പോഴാണ്? ഇൻഡിവിജ്വലി നിങ്ങൾക്ക് അത് ഫയൽ ചെയ്യാൻ അറിയുമ്പോഴാണ്, അല്ലെ? ആ ഒരു നോളജ് നിങ്ങൾ അക്വയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് വേണം. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഏവിയേഷൻ കോഴ്സ് പഠിച്ചു, നമ്മൾ എന്താ പറയാ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളായിരിക്കും ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ ഇപ്പൊ ലോജിസ്റ്റിക്സ് പഠിച്ചു, ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു അക്കൗണ്ട്സ് ജോബ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ അക്കൗണ്ട്സ് ഉണ്ട്, അല്ലെ? എയർപോർട്ടിൽ അക്കൗണ്ട്സ് ഉണ്ട്, ഹോസ്പിറ്റൽസിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലകളിലും അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് നിർബന്ധമാണ്. ആ അക്കൗണ്ട്സ് എല്ലാ മന്ത്ലിയും നമ്മൾ GST റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് ഗവൺമെന്റിലോട്ട്. അത് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ബേസിസിലാണ്. അപ്പൊ അത്രയും എന്താ പറയാ പ്രീവിയസ് ഇയേഴ്സിലെ പോലെയൊന്നുമല്ല, മുൻ വർഷങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ പണ്ട് ബിഫോർ ഒരു 15 years ഒക്കെ ഉള്ള പോലെയല്ല ഇപ്പൊ അക്കൗണ്ട്സിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ അക്കൗണ്ട്സിന് വൈഡർ സ്കോപ്പാണ്. ഇപ്പോഴത്തെ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഏറ്റവും മാർക്കറ്റബിൾ ആയിട്ട് നിൽക്കുന്നതും അക്കൗണ്ടിങ് ജോബ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഗവൺമെന്റിലോട്ട് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ഇയേഴ്സിലും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഒരു കമ്പനീസിന്റെ ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഡാറ്റ. അത് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. ആ അക്കൗണ്ട് മെയിൻറ്റെയിനിങ് നമ്മൾ ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ജോബ് ട്രെയിനിങ്ങിലൂടെയാണ് അക്വയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം, ഇപ്പം ഇന്റേൺഷിപ്പ് നമ്മൾ ഏത് ഫോമില് ചൂസ് ചെയ്താലും എന്ത് മേഖലയിൽ ചൂസ് ചെയ്താലും മാം ഈ പറഞ്ഞ 5 criteria നമ്മൾ എപ്പോഴും നോക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും ബെറ്റർ ആയിട്ട് ഇപ്പൊ നമ്മളൊരു ട്രേഡിംഗ് സെക്ടേഴ്സ്, ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രേഡിംഗ് സെക്ടറിലാണെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് എനിക്ക് ഉണ്ടാവുള്ളൂ, അല്ലെ? നേരെ മറിച്ച് ഞാനൊരു സർവീസ് സെക്ടറിലാണ് പോകുന്നതെങ്കിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് എനിക്കുള്ളൂ. ഇതൊരു CO ഫോം ആകുമ്പോൾ അണ്ടർ വൺ റൂഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പനീസിന്റെ വർക്കുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോ മനസ്സിലായോ അതിന്റെ ഡിഫറൻസ്? മനസ്സിലായോ? അറ്റ് എ ടൈം തന്നെ ട്രേഡിംഗ് സെക്ടേഴ്സ് റിലേറ്റഡ് നോളജുമായി, സർവീസ് സെക്ടേഴ്സ് റിലേറ്റഡ് നോളജായി, NPOs റിലേറ്റഡ് നോളജും ആവും. ഓക്കെ, ഇനി
ഇത് റിലേറ്റഡ് ആയിട്ട് ഇനി എന്തെങ്കിലും കൂടുതലൊക്കെ അറിയാനുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുക. കോളേജിൽ നമ്മളൊരു വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ മാം, എന്നാ നമുക്ക് ഇനി ചില കുട്ടികൾ, ഇപ്പോ ഞാൻ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയാം. ചില സ്ഥലങ്ങളിൽ മോസ്റ്റ്ലി ഇപ്പോ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സ്റ്റൈപ്പൻഡ് ബേസിസിൽ കാൻഡിഡേറ്റ്സിന് എടുക്കും. 1.5 years അല്ലെങ്കിൽ 1 year ഒക്കെ ഈ കുട്ടികൾ അവിടെ നിർത്തുവാണ്. ഈ 1 year ഇവർക്ക് 2000 അല്ലെങ്കിൽ 1500 ഈ കുട്ടികൾ നിന്ന് ഒരുപാട് എന്താ പറയാ 1.5 year കഴിയുമ്പോഴായിരിക്കും അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു 6 months ഇങ്ങനെയുള്ള ഒരു ജോബ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു വർഷമാണ് നിങ്ങൾ അവിടെ സേവ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആഫ്റ്റർ 6 months നിങ്ങളുടെ സാലറിയിലോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് അതായിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ 5 ക്രൈറ്റീരിയാസ് നോക്കുക. പ്ലസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്ടേഴ്സിന്റെ വർക്കുകളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ Okay, ma'am. എന്നാ വേറെ സ്റ്റുഡൻസിന് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ can we wind up today's session? Okay. Anyway, thanks to each and everyone. Okay, നിങ്ങളുടെ ആ ഒരു precious and valuable time എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്ത് ക്വയറീസ് ഓർ ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. താങ്ക്സ്. ഓക്കെ മാം.